എല്ലാവർക്കും ലീഡറാകാനൊക്കെ വലിയ താല്പര്യമാണ്. എല്ലാവർക്കും വലിയ ലീഡർഷിപ്പിനെ കുറിച്ചൊക്കെ എല്ലാവരും വായിക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ലീഡേഴ്സാകാൻ ആഗ്രഹമുണ്ട്. നല്ല കാര്യം തന്നെയാണ്. നമുക്ക് കൂടുതൽ ലീഡേഴ്സിനെയാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. പക്ഷേ ഇപ്പോഴത്തെ പല ലീഡേഴ്സും, നമ്മൾ കാണുന്ന പല ലീഡേഴ്സും ഒരു മാനിപ്പുലേറ്റീവ് ലീഡേഴ്സാണ്, എക്സ്പ്ലോയിറ്റേറ്റീവ് ലീഡേഴ്സാണ്. അവരൊരു ലീഡർഷിപ്പ് ടാഗിൽ എത്തുന്നത് പലപ്പോഴും PR വർക്ക് കൊണ്ടും പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് കൊണ്ടൊക്കെയാണ്. അങ്ങനെയുള്ളവരുടെ ഒരു പ്രശ്നം, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് വളരെ എളുപ്പം ആയിരിക്കും. അധികം കാലമൊന്നും അത് നിലനിൽക്കുന്ന ഒരു സസ്റ്റൈനബിൾ ലീഡർഷിപ്പിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഡിനൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഹൗ മച്ച് യു സെർവ്, ഹൗ മച്ച് യു കോൺട്രിബ്യൂട്ട്, ഹൗ മച്ച് യു ഗിവ്. ഇതാണ് ഒരു ലീഡർഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെർവ് ചെയ്യുക, ലീഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് സെർവ് ചെയ്യുക എന്നുള്ളതാണ്. ആ സെർവിങ്ങിൽ നിന്നാണ് നമ്മൾ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് രൂപാന്തരപ്പെട്ടു വരുന്നത്. അപ്പോൾ എന്തും വേണ്ടി ഞാൻ ലോകത്തെ സെർവ് ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ ലോകത്തിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലീഡർഷിപ്പിൻ്റെയും പുറകിൽ ഒരു സസ്റ്റൈനബിൾ സെർവിങ് ഉണ്ട്, അവർക്ക് ഒരു കോൺട്രിബ്യൂഷനുണ്ട്, അവർക്ക് നിരന്തരമായൊരു ഗിവിങ് ഉണ്ടായിരുന്നു. ആ ഗിവിങ് പാർട്ടാണ് ഏറ്റവും പ്രധാനം. ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നത് സെർവൻറ്റ് ലീഡർഷിപ്പ് എന്നാണ്. ഒരു സേവനത്തിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്ത് ഒരു രാജാവായി അല്ലെങ്കിൽ ഒരു ദൈവമായി രൂപാന്തരപ്പെടുന്ന ഒരു വലിയ കോൺസെപ്റ്റാണ് ക്രൈസ്റ്റ് നമുക്ക് മുമ്പോട്ട് വെച്ചത്. ഇങ്ങനെയുള്ളവരാണ് ലോകത്തിൽ എന്നും. ഇപ്പോൾ ഗാന്ധിജി അങ്ങനെ ഒരാളായിരുന്നു. അദ്ദേഹം എന്ത് കൊടുക്കാമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മാൻ ഓഫ് ദ മില്ലിനിയം എന്നൊക്കെ നമ്മൾ വിളിക്കാൻ കാരണമായത്. അല്ലെങ്കിൽ നെൽസൺ മണ്ടേലയെ പോലുള്ള ആൾക്കാരുടെയൊക്കെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് അവർ ആ രാജ്യത്തിന് വേണ്ടി, ആ സമൂഹത്തിന് വേണ്ടി, ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി അവരുടെ ജീവിതം തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ സെർവിങ് ആണ് ലീഡർഷിപ്പിലേക്കുള്ള വഴി.